4500-നും 5000-നും ഇടയ്ക്കുള്ള കുറച്ച് റണ്ണിങ് ഷൂസ് നമുക്ക് നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഷൂ ന്യൂ ബാലൻസിൻ്റെ 460i ആണ്. ന്യൂ ബാലൻസിന് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് സ്റ്റോർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു ന്യൂ ബാലൻസിൻ്റെ ഔട്ട്ലെറ്റിൽ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ മിന്ത്ര, ആജിയോ പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഇത് ഓർഡർ ചെയ്യേണ്ടി വരും. ഈ വീഡിയോന് വേണ്ടി ഞാൻ റെഫർ ചെയ്ത ആജിയോ ആണ്. ആജിയോയിൽ ഈ 460iൻ്റെ പല കളർ വൈസ് അവൈലബിൾ ആണ്. 4700 റേഞ്ചിലാണ് ലിസ്റ്റ് ആയിരിക്കുന്നത്. സോ ന്യൂ ബാലൻസിൻ്റെ സ്നീക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ, അല്ലെങ്കിൽ ന്യൂ ബാലൻസിൻ്റെ ഫോമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ ഷൂ ആണ്. എനിക്ക് തോന്നുന്നു ന്യൂ ബാലൻസിൻ്റെ തന്നെ ഏറ്റവും പ്രൈസ് കുറഞ്ഞ റണ്ണിങ് ഷൂസ് ആണ്. സോ ന്യൂ ബാലൻസിൻ്റെ ആ ഒരു ഫോമിൻ്റെ എഫക്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത പറയുമ്പോൾ രണ്ടും റീബോക്കിൻ്റെ ഷൂസാണ്. റീബോക്കിൻ്റെ റണ്ണിങ് ഷൂവിൻ്റെ വലിയൊരു ഫാനൊന്നും അല്ല ഞാൻ, കാരണം എനിക്ക് അവരുടെ ഷൂവിൻ്റെ ഡിസൈൻ കാണുമ്പോൾ പലപ്പോഴും ഒരു സ്നീക്കറായിട്ടാണ് തോന്നുന്നത് റണ്ണിങ് ഷൂസിനെക്കാളും കൂടുതൽ. പക്ഷേ ഈ പറയുന്ന ഷൂ കുറച്ച് ഡിഫറൻ്റ് ആണ്. റീബോക്കിൻ്റെ സൂപ്പർ സോണിക് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിനാകെ ഒരു കളർ വേ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, ഒരു ഗ്രേയും ഓറഞ്ചും പോലത്തെ ഒരു കളർ വരുന്നത്. കാണാൻ ഇത് കറക്റ്റ് എൽഡാസിൻ്റെ ഡ്യൂറാമോ പോലെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം സ്റ്റാക്ക് ആയിട്ടുണ്ട്. സാധാരണ റീബോക്കിൻ്റെ മിക്ക റണ്ണിങ് ഷൂസിനും സ്റ്റാക്ക് ആയിട്ട് കുറവാണ്. പിന്നെ റീബോക്കിൻ്റെ തന്നെ ഹൈഡ്രോലൈറ്റ് എന്ന് പറഞ്ഞ മിഡ്സോളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്നതാണ്. സോ ഇതൊരു എൻട്രി ലെവൽ ഷൂവിനേക്കാളും കുറച്ചും കൂടെ ഒരു മിഡ് ടയർ ഷൂസാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4999 ആണ്. റീബോക്കിൻ്റെ അടുത്ത മോഡൽ റീബോക്ക് ഗുസ്റ്റോ റണ്ണർജി ആണ്. സോ ഗുസ്റ്റോന് 3 വേരിയൻസ് ഉണ്ട്. അത് റണ്ണർജിയുടെ അകത്ത് തന്നെയാണ് 3 വേരിയൻസും വരുന്നത്. പ്രൈം, സുപ്രീം, പിന്നെ പൾസ്, ഇങ്ങനെ ഒരു മോഡൽ. ഇതിൽ സുപ്രീമാണ് ടോപ്പ് ടിയർ മോഡൽ. ഈ എല്ലാ വേരിയൻസും മിഡ് ടയർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, എൻട്രി ലെവലല്ല. സോ റീബോക്കിൻ്റെ റണ്ണർജി ഫോമാണ് ഇതിൽ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഷൂസിൽ വരുന്ന ഫോമല്ല. ഇത് കുറച്ചും കൂടെ ഒരു എനർജി റിട്ടേൺ തരുന്ന ഫോമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജിമ്മിലും അത്യാവശ്യം ഡെയിലി റണ്ണിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റീബോക്കിൻ്റെ ഷൂ ആണെന്നുണ്ടെങ്കിൽ. ഡെക്കാത്തലോൺ ഇപ്പോൾ കിപ്രൺ സീരീസിൽ ഒരുപാട് പുതിയ റണ്ണിങ് ഷൂസ് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ കുറച്ചൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ കിപ്സ്റ്റോം അല്ലെങ്കിൽ കിപ്കോർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. റീസെൻ്റ്ലി ജിമ്മി ഗ്രേസിയർ 5Kയിൽ 12min51 ഓടിയതും ഡെക്കാത്തലോണിൻ്റെ ഷൂസ് തന്നെയായിരുന്നു. ഏകദേശം ആ ഒരു സീരീസിൽ വരുന്ന ഒരു മോഡലാണ് കിപ്രണിൻ്റെ കിപ്കോർ 500 പുഷൻ എന്ന് പറഞ്ഞ മോഡൽ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അർജുൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാനിവിടെ ലിങ്ക് ചെയ്യാം. അതിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഉണ്ട്. ഏതൊക്കെ സർഫസിലോടാം, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണ്, എല്ലാം അർജുൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഷൂ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാം, കാരണം ഇതിൻ്റെ MRP വരുന്നത് 4999 ആണ്. പക്ഷേ ജോഗ് ഫ്ലോ സീരീസ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു അപ്ഗ്രേഡ് ആണ്. ഇതിൻ്റെ സ്റ്റാക്ക് ഹൈറ്റ് ആണെങ്കിലും ഇതിൻ്റെ കുഷനിങ് ആണെങ്കിലും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മിഡ് സോൾ ആണെങ്കിലും എല്ലാം വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. 4500-നും 5000-നും ഇടയിൽ ഒരുപാട് റണ്ണിങ് ഷൂസ് ഇല്ല, പക്ഷേ 5000-നും 5500-നും ഇടയ്ക്ക് ഒത്തിരി റണ്ണിങ് ഷൂസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം കവർ ചെയ്യുന്നത്. അത് മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇതുപോലെ മറ്റൊരു റണ്ണിങ് ഷൂവിൻ്റെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.